കേരള ചരിത്രത്തിൽ ആഴത്തിൽ അടിവേരുകളുള്ള ഒരു ഐതിഹ്യ കഥയാണ് പറയിപെറ്റ പന്തിരുകുലം. ഉജ്ജയിനിയിലെ വിക്രമാദിത്യ മഹാരാജാവിന്റെ വിദ്വൽ സദസ്സിലെ നവരത്നങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന പണ്ഡിത ശ്രേഷ്ഠരിൽ പ്രധാനിയും സകല ശാസ്ത്ര പാരംഗതനുമായിരുന്നു വരരുചി. വിധിയുടെ വിളയാട്ടത്താൽ താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ഇടവരികയും എന്നാൽ ആ ബന്ധത്തിൽ തനിക്ക് സന്തതി പരമ്പരകൾ ഉണ്ടാകരുതെന്ന് നിശ്ചയിച്ച് പിറന്നുപോയ മക്കളെയെല്ലാം ഉപേക്ഷിക്കുകയും അവർ 12 ജാതിയിലും 12 വിശ്വാസ പ്രമാണങ്ങളിലും വളർന്ന് ശ്രേഷ്ഠരായി പരിണമിക്കുകയും ചെയ്ത കഥയാണ് പറയിപെറ്റ പന്തിരുകുലം. അടിസ്ഥാന കഥ ഒന്നു തന്നെയാകിലും പല ഗ്രന്ഥങ്ങളിലും പല വിധത്തിൽ പ്രതിപാദിച്ചിരിക്കുകയാൽ ഏറ്റവും വിശ്വാസയോഗ്യമായത് എന്ന ബോധ്യത്താൽ പ്രധാനമായും കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയെ അവലംബിച്ചാണ് ഈ രൂപത്തിൽ ഈ കൃതി തയ്യാറാക്കിയിട്ടുള്ളത്. മലയാള നാട്ടിൽ ഭാരതപ്പുഴയുടെ തീരങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന പന്തിരുകുലത്തിന്റെ കഥ കേരളത്തിന്റെ തനത് നൃത്തരൂപമായ മോഹിനിയാട്ടത്തിൽ ചിട്ടപ്പെടുത്തിയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ആശയവും ആവിഷ്കരണവും ഗുരു ഗിരിജാചന്ദ്രൻ. നൃത്ത സംവിധാനം ഗുരു ഗിരിജാചന്ദ്രൻ, ശ്രീമതി മാധവി ചന്ദ്രൻ. രചന ശ്രീ രാജൻ കിരീത്. സംഗീതം ശ്രീ ശ്രീദേവ് രാജഗോപാൽ.